അന്താരാഷ്ട്ര യാത്രകൾ കൂടുതൽ അനായാസമാക്കുന്ന ഇ പാസ്പോർട്ടുകൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. നമ്മുടെ കയ്യിലുള്ള ട്രഡീഷണൽ പാസ്പോർട്ട് എത്ര വേഗത്തിലാണ് ഈ പാസ്പോർട്ടുകളാക്കി മാറ്റേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിബന്ധനകളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ഈ പാസ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ? ഇന്ന് അതേക്കുറിച്ചൊന്ന് നോക്കാം. നമ്മുടെ ട്രഡീഷണൽ പാസ്പോർട്ടും ഈ പാസ്പോർട്ടും എങ്ങനെയാണ് കാഴ്ചയിൽ വേറിട്ട് നിൽക്കുന്നത് എന്ന് പരിശോധിക്കാം. ഒറ്റ കാഴ്ചയിൽ നമ്മുടെ ട്രഡീഷണൽ പാസ്പോർട്ട് ബുക്ക്ലെറ്റ് പോലെ തന്നെയാണ് ഈ പാസ്പോർട്ടുകൾ ഉള്ളത്. എന്നാൽ ഇതിന്റെ മുൻഭാഗത്ത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു അടയാളം കാണാം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. നമ്മുടെ ട്രഡീഷണൽ പാസ്പോർട്ട് ബുക്ക്ലെറ്റിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇതിന്റെ ബാക്ക് കവറിൽ ചെറിയൊരു ആന്റിനയും കാണാം. നമ്മുടെ പേഴ്സണൽ ബയോമെട്രിക് ഡീറ്റെയിൽസ് എല്ലാം, അതായത് നമ്മുടെ ഫോട്ടോ, പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ ഫിംഗർ പ്രിന്റ്സ്, അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പാസ്പോർട്ടുകളെ വ്യത്യസ്തമാക്കുന്നത്. കൂടുതൽ സുരക്ഷ, കൂടുതൽ എളുപ്പത്തിൽ ഇമിഗ്രേഷൻ നടപടികൾ സാധ്യമാകുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര വേരിഫിക്കേഷനുകൾക്ക് കൂടുതൽ അനായാസകരമായിട്ടുള്ള ഒരു മാർഗമാകുന്നു എന്നുള്ളതൊക്കെയാണ് ഈ പാസ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട പ്രത്യേകത. മാത്രമല്ല, പാസ്പോർട്ട് ഫ്രോഡ് തടയാൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല നടപടിയായിട്ടാണ് ഈ പാസ്പോർട്ടുകളുടെ ഇൻട്രൊഡക്ഷനെ പ്രധാനമായും കാണുന്നത്. നിലവിൽ അമേരിക്ക, UK, കാനഡ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പാസ്പോർട്ട് നടപടികൾ സ്വീകരിച്ച രാജ്യങ്ങളാണ്. ജമ്മു, ഗോവ, നാഗ്പൂർ, ഡൽഹി, സൂററ്റ്, ചെന്നൈ തുടങ്ങി 15ഓളം സിറ്റികളിലാണ് ഇപ്പോൾ ഈ പാസ്പോർട്ട് ലഭ്യമാകുന്നത്. 2025 അവസാനത്തോടെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ നിന്നും ഈ പാസ്പോർട്ടുകൾ ലഭ്യമാകുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇനി നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ ട്രഡീഷണൽ പാസ്പോർട്ടാണുള്ളത്. ഇത് ഈ പാസ്പോർട്ടുകളിലേക്ക് എത്രയും വേഗമാണ് മാറേണ്ടത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ പാസ്പോർട്ട് ഉടൻ തന്നെ ഈ പാസ്പോർട്ടുകളാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഗ്രാജുവലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ടുകളുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം മാത്രം പുതിയ പാസ്പോർട്ടിന് നമ്മൾ അപേക്ഷിക്കില്ലേ, ആ ഘട്ടത്തിലാണ് ഈ പാസ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രഡീഷണൽ പാസ്പോർട്ട് ഈ പാസ്പോർട്ടുകളാക്കി മാറ്റാൻ വലിയ തിരക്ക് കാട്ടേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. നമ്മൾ നോർമലി ഒരു പാസ്പോർട്ടിന് എങ്ങനെയാണ് അപേക്ഷിക്കുക? അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നൽകി അങ്ങനെയാണല്ലോ അപേക്ഷിക്കുന്നത്. സമാനമായ മാതൃകയിലാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷാ നടപടികൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. പാസ്പോർട്ട് സേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പോർട്ടൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഓൺലൈൻ പോർട്ടലിൽ നമ്മുടെ വിവരങ്ങൾ നൽകി നമുക്കുള്ളൊരു അക്കൗണ്ട് തുറക്കണം. അതിനുശേഷം അതിൽ ഫ്രഷ് പാസ്പോർട്ട് എന്നുള്ള ഒരു കോളമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോഴുള്ള ട്രഡീഷണൽ പാസ്പോർട്ടിന് പകരം പുതിയ പാസ്പോർട്ടാണ് നമുക്ക് ആവശ്യം ഉള്ളതെങ്കിൽ ഫ്രഷ് പാസ്പോർട്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചേക്കുക. ചുരുക്കത്തിൽ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലത്ത് നമ്മുടെ പാസ്പോർട്ടുകളും ഹൈടെക് ആവുകയാണ്. നിങ്ങളുടെ ട്രഡീഷണൽ പാസ്പോർട്ടിന്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഈ പാസ്പോർട്ടുകൾക്കായി നിങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ്.